റബിയുൽ അവ്വൽ മാസം നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ പെരുന്നാളുകളെക്കാളും ആഘോഷത്തിലാണ് പലപ്പോഴും അത് ആഘോഷിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും ഒരു വിരോധം കൊണ്ടോ ദേഷ്യം കൊണ്ടോ പറയണ കാര്യമില്ല. അതായത് തെറ്റുകളിൽ വെച്ച് ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് വെച്ചാൽ ബിദ്അത്താണ്. അള്ളാഹുവിൻ്റെ റസൂലും പഠിപ്പിക്കാത്ത, സ്വഹാബത്ത് ജീവിതത്തിൽ ഒരു ദീനായി ആചരിക്കാത്ത ഒരു കാര്യം, അന്ന് ദീനല്ലാത്ത ഒന്നും ഇന്ന് ദീനല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ദീനായി അവരാചരിച്ചനുഷ്ഠിക്കാത്ത ഒന്നും ഇപ്പോൾ ദീനല്ല. അപ്പോൾ ഖുർആനിൽ ആയത്തുണ്ട്, ഹദീസുണ്ട് നബിദിനം കഴിക്കാൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്ത്, ഖുർആനിലുള്ള ഒരായത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ചെയ്യാതെ പോയോ? റസൂലുള്ള പറഞ്ഞിട്ടും സ്വഹാബത്ത് അതാചരിക്കാതെ പോയോ? നമുക്ക് ചോദിക്കാവുന്ന ലളിതമായ ചോദ്യം. ഖുർആനിൽ ഒരായത്തുണ്ടായിട്ടും ആ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ആ ആയത്ത് എന്തേ അള്ളാഹിൻ്റെ റസൂൽ, ഹബീബായ റസൂൽ അത് ചെയ്യാതെ പോയത്? ഖുർആനെ അത്രമാത്രം സ്നേഹിച്ചു ഉൾക്കൊണ്ട സഹാബത്ത്, ഉത്തമ നൂറ്റാണ്ടുകാർ എന്തേ ചെയ്യാതെ പോയി? ഇപ്പം ഇല്ല സുഹൃത്തുക്കളെ, അതിൻ്റെ അർത്ഥം അതാണ്, ഇല്ല. ഉണ്ടെങ്കിൽ അവർ ചെയ്യും. അവർ ചെയ്യാത്ത ഒന്നും ദീനല്ല. വേറെ തെളിവൊന്നും വേണ്ട. 2.5 മണിക്കൂർ 4 മണിക്കൂർ തെളിവ് പറഞ്ഞ് പ്രസംഗിച്ചാൽ നമുക്ക് ഒറ്റ ചോദ്യമുള്ളൂ, ഈ തെളിവുകളൊക്കെ അന്നില്ലേ? എന്നിട്ട് എന്തേ ഒരു ചെയ്യാറ്? അതുകൊണ്ട് അവർ ചെയ്യാത്ത ഒന്ന് ദീനല്ല, അത് ബിദ്അത്താണ്, അത് വഴികേടാണ്, അത് നരകത്തിലേക്ക്. അതുകൊണ്ട് പ്രത്യക്ഷമായും പരോക്ഷമായും ഒന്നും നമ്മൾ അത്തരം കാര്യങ്ങളുമായി സഹകരിക്കാൻ പാടില്ല. അത് നബിയോടുള്ള മഹബ്ബത്താണ്. ഹുബ്ബുർ റസൂൽ മിനൽ ഈമാൻ. അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹം ഈമാനാണ്. എന്താ സ്നേഹം? സഹാബത്ത് ചെയ്യാത്ത, റസൂൽ ചെയ്യാത്തൊരു കാര്യം നമ്മൾ ചെയ്യില്ലെന്നതാണ് ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനം. അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുന്നവൻ അള്ളാഹുവിനെ അനുസരിക്കണം. അതാണ് എൻ്റെ സ്നേഹം.